സഹൃദയരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉഷ കുമ്പിടി. പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതയിൽ അടുത്ത കവിത നാഗലിംഗ പൂവിനെ കുറിച്ചാണ്. അതിന് കൈലാസപതി പൂവ് എന്നും പേരുണ്ട്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ലൈക്ക്, കമന്റ് ഇവയെല്ലാം തരണം. കവിതയുടെ പേര് കിനാവിലെ തേഞ്ഞ ചിത്രം. അലക്കിയുണക്കിയ തൂവെള്ള തുണി പോലെ ആകാശം വരണ്ടു വിളർത്തിരിക്കേ, അറ്റുവീണ ഉണക്കയിലകളെ വേരുകളാൽ അരുമയായി ലാളിക്കും മരമെന്ന പോൽ, വാനിലെന്നോ പെയ്തു പോയ മഴയുടെ കുളിരായി വഴിനീളെ പൂത്തു നിന്നു നാഗലിംഗം. വരൾച്ചയില്ലാത്തൊരാ നാഗലിംഗ ഹൃദയത്തിൽ വിരഹത്തിൻ കനമുള്ള പുലരി പിറന്നപ്പോൾ, ആറിതളുകളുള്ള നാഗലിംഗ പൂവിന് ആരുമിഷ്ടപ്പെടും സുഗന്ധമാണ്. ആരും കൊതിക്കുന്ന കടും നിറയിതളിൻ അടിഭാഗം ചുവപ്പും പിങ്കു നിറവുമാണ്. അഗ്രഭാഗത്തിലേക്കെത്തുമ്പോഴേക്കും അതിൻ നിറം മഞ്ഞയായി മാറുന്നു. പൂക്കളിൽ തേനൊട്ടുമില്ലെങ്കിലും പൂമ്പൊടിക്കായി ശലഭം പാറിയെത്തും. പറയരുതെന്നറിഞ്ഞിട്ടും തേനില്ലെന്ന് പ്രിയപ്പെട്ടവരോടെല്ലാം അവൾ പറയുന്നു. കരിമുകിൽ തുണ്ടുകളെ നിങ്ങളല്ലേ പണ്ട് കറുത്ത വിരഹത്തിൻ ദൂതുമായി പോയത്. കാടുകളും മേടുകളും പിന്നിടുമ്പോൾ നിങ്ങളീ കൈലാസപതി പൂവിനെ കണ്ടുവോ? ഏതോ കിനാവിലെ തേഞ്ഞ ചിത്രമായി എങ്ങുപോയി നീ എൻ നാഗലിംഗപ്പൂവേ. എന്നുമെന്നോർമ്മയിൽ പൂവിട്ടു നിൽക്കുവാൻ എനിക്കായി നീ മാത്രമല്ലേയുള്ളൂ. ഇടനെഞ്ചിലേറ്റിയ സ്നേഹത്തിൻ ചൂടുമായി ഇനിയും നിനക്കായി ഞാൻ കാത്തിരിക്കാം. ഇതൾ വിടരാതെ കൊഴിയും നിൻമുട്ടുപോൽ ഇടറി വീഴുന്നു എന്നാശകളും. നോവുകളോരോന്നും ഗതി കിട്ടാതെ നാവിൻ തുമ്പിൽ നിന്നു മൂർന്നു വീഴേ, നിന്റെ നിശ്വാസമൻ ഹൃദയമലക്കുന്നു. നീറുന്ന ചിന്തയിൽ നിൻമുഖം തെളിയുന്നു. എന്റെ നാഗലിംഗ പൂവേ, നിൻമുഖം തെളിയുന്നു. നന്ദി, നമസ്കാരം.